നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പമുള്ളത് പാലക്കാട് ജില്ലയിലെ ഇലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബുവാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. നൂതന കൃഷിരീതിയിലൂടെ കാർഷിക മേഖലയിൽ ഒട്ടേറെ പുതിയ സംരംഭങ്ങൾ ഒരുക്കിയ ഉൽപാദന മൂല്യ വിപണന മേഖലകളെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് പാലക്കാട് ജില്ലയിലെ ഇലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. ഭവന പദ്ധതികൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, മാലിന്യ സംസ്കരണം തുടങ്ങി പഞ്ചായത്തിന്റെ സമഗ്ര മേഖലയിലും വിട്ടുവീഴ്ചകളില്ലാത്ത പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കാൻ പ്രസിഡന്റ് ശ്രീമതി രേവതി ബാബുവാണ് നമ്മളോടൊപ്പമുള്ളത്. നമസ്കാരം ശ്രീമതി രേവതി ബാബു. നമസ്കാരം. പഞ്ചായത്തിന്റെ മികച്ച പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഇതിനോടകം തന്നെ പഞ്ചായത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞല്ലോ. എങ്ങനെയാണ് ഈ നേട്ടത്തെ പങ്കുവെക്കാനാവുക? തീർച്ചയായും ഒട്ടനവധി നേട്ടങ്ങൾ നമ്മുടെ പഞ്ചായത്തിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ജലശക്തി അവാർഡ് 21-22 അതായത് മഴവെള്ളം റീചാർജ് സിസ്റ്റത്തിലൂടെ പൊതുകുളങ്ങൾ, ഇഞ്ചക്ഷൻ ബോർവെൽ സിസ്റ്റത്തിലൂടെ പഞ്ചായത്ത് കിണറുകൾ, അതുപോലെ മഴവെള്ളം റീചാർജ് ചെയ്തിട്ട് വീടുകൾ, അതുപോലെ ഘടക സ്ഥാപനങ്ങൾ, ഇതൊക്കെ മഴവെള്ളം റീചാർജ് സിസ്റ്റത്തിലൂടെ നമുക്ക് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സംഘം വന്ന് പരിശോധിച്ചത്. വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏക പഞ്ചായത്തായിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിനെ, ഇലപ്പുള്ളി പഞ്ചായത്തിനെ 3rd അവാർഡ് തന്ന് അംഗീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കേരകേസരി അവാർഡ്, അതുപോലെ കർഷകശ്രീ, കേരളപ്രഭ, മികച്ച കൃഷി ഓഫീസർക്കുള്ള സംസ്ഥാനത്തെ 2ാമത്തെ ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ വർഷം നമ്മുടെ ഓഫീസറാണ്. 2008 ഈ പഞ്ചായത്തിലെ ഗ്രീൻ കേരള എക്സ്പ്രസ് അവാർഡ് ലഭിച്ച കേരളത്തിലെ 1ാം നമ്പർ ആയിട്ടുള്ള ഒരു പഞ്ചായത്താണ്. അതുപോലെ സംസ്ഥാന കേന്ദ്ര തലത്തിലാണെങ്കിൽ ജില്ലാ തലത്തിൽ കർഷകോത്തമ അവാർഡ്, ജൈവ കർഷക അവാർഡ്, മികച്ച കൃഷിക്കൂട്ടത്തിനുള്ള അവാർഡ്, അതുപോലെ മികച്ച ട്രാൻസ്ജെൻഡർ കൃഷിക്കൂട്ടത്തിന്റെ അവാർഡ്, കൃഷി ഇറക്കിയ വ്യക്തിയുടെ അവാർഡ്, അതുപോലെ നല്ല എൻഫോഴ്സ്മെന്റിന് ജില്ലയിൽ ഇത്തവണ നമ്മൾക്കാണ് ഫസ്റ്റ് ലഭിച്ചിട്ടുള്ളത്. അതായത് മാലിന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധന വളരെ വ്യക്തമായി നടത്തുകയും ഒട്ടനവധി ഫൈനുകളൊക്കെ ഇട്ടുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് മാലിന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യം ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന് നമ്മുടെ പഞ്ചായത്തിനാണ് ജില്ലയിൽ ഇത്തവണ ഫസ്റ്റ് കിട്ടിയത്. അപ്പൊ അത്തരം നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പൊതുവെ ധാരാളം പദ്ധതികൾ, കൃഷി സമൃദ്ധി, കേരഗ്രാമം, അതുപോലെ ജൈവ പഞ്ചായത്ത് എന്നുള്ള ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, പുഷ്പഗ്രാമം, അങ്ങനെ നിരവധിയായിട്ടുള്ള ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് നമ്മുടെ പഞ്ചായത്ത്. തീർച്ചയായും അത്തരത്തിൽ മികച്ച പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും എല്ലാം സ്വന്തമാക്കാൻ പഞ്ചായത്തിനായത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെടുത്തി കൂടുതൽ വീടുകൾ പഞ്ചായത്തിന് നിർമ്മിക്കാനായി എന്നുള്ളതാണ്. ഈ നേട്ടത്തെ എങ്ങനെയാണ് കാണാനാവുക? അതെ, ഞങ്ങളുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ 2010 ശേഷം വീട് റിപ്പയറിന്, വീടിന്റെ മേൽപ്പുരയ്ക്ക് ഫണ്ട് അനുവദിച്ചിരുന്നില്ല. അപ്പൊ ധാരാളം വീടുകൾ ഡാമേജ് ആകുകയും അവർക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും അവരൊക്കെ തന്നെ പുതിയ വീടിന് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. 2600 വീടാണ് അങ്ങനെ അപേക്ഷകരായിട്ടുണ്ടായിരുന്നത് പുതിയ വീടിനായിട്ട്. പക്ഷേ 1ഉം 2ഉം ഘട്ട പരിശോധനയിൽ മുഴുവൻ ആൾക്കാരെയും നേരിട്ട് പോയി കണ്ട്, വീടുകൾ നേരിട്ട് പോയി കണ്ട് ഒഴിവാക്കാൻ പറ്റാവുന്നത്, അറ്റകുറ്റപ്പണി ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒഴിവാക്കിക്കൊണ്ട് 1029 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി. ഇതിൽ നമ്മൾക്ക് ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞത് 135 പേർക്കാണ്. അതുപോലെ തന്നെ ഈ ലൈഫ് ടോയ്ലറ്റ് നേരത്തെയൊക്കെ ചെയ്തിട്ട് ടോയ്ലറ്റിന്റെ പണി പൂർത്തീകരിക്കാണ്ട് ഇട്ടുവെച്ചവർക്ക് 144 പേർക്ക് നമ്മൾക്ക് ടോയ്ലറ്റ് കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ലൈഫില് ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ ലൈഫ് അല്ലാണ്ട് ടോയ്ലറ്റ് കൊടുത്തത് ഒരു 107 പേർക്കാണ്. അതുപോലെ SC ലൈഫിന് നമ്മൾ ഒരു 50 വീടുകൾക്ക് വെച്ചിട്ടുണ്ട്. ജനറൽ ലൈഫിന് ഒരു 50 വീടുകൾക്ക് ഫണ്ട് വെച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ ഓൺ ഫണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ലൈഫ്
വീട് കിട്ടാത്ത നിരവധിയായിട്ടുള്ള പേർക്ക് നമ്മൾ മേൽപ്പുര ആങ്കിൾ ഇടുന്നതിന് വേണ്ടുള്ള സൗകര്യം ചെയ്തിരുന്നു. അത് വേറൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് കൂടിയാണ്. കാരണം കഴിഞ്ഞ 3 വർഷമായിട്ട് പഞ്ചായത്ത് 100% നികുതി പിരിച്ച പഞ്ചായത്താണ്. അപ്പൊ നമ്മൾ എന്തോ ഒരു തീം വെച്ചു, നിങ്ങളുടെ നികുതി നിങ്ങളിലേക്ക് എന്നുള്ള തീമിന്റെ ഭാഗമായിട്ട് SC-ക്കും ജനറലിനും മേൽപ്പുര റിപ്പയർ എന്നുള്ളൊരു പദ്ധതി വെച്ചു. SC മേൽപ്പുര 137 പേർക്ക് കൊടുത്തു. ഇനി കൊടുക്കാൻ 50 പേർക്കേ ഉള്ളൂ. ജനറൽ മേൽപ്പുര 268 പേർക്ക് കൊടുത്തു. ഈ വർഷം ഒരു 134 പേർക്ക് കൂടി കൊടുക്കും. അങ്ങനെ ആകെ ലൈഫ് വീട് കിട്ടാത്തവരെ കൂടി വീട് വാസയോഗ്യമാക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. 18-19 മുതൽ കംപ്ലീറ്റ് ആയത് 376 വീടുകൾ മാത്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ ടോയ്ലറ്റിന് അപേക്ഷിച്ച മുഴുവൻ പേർക്കും ശുചിത്വ മിഷനും പഞ്ചായത്ത് ഫണ്ട് ഓൺ ഫണ്ടും കൂടി വെച്ചിട്ട് മുഴുവൻ പേർക്കും ടോയ്ലറ്റ് സംവിധാനം ഒരുക്കി കൊടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. തീർച്ചയായും. ഒപ്പം വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളെല്ലാം നടപ്പിലാക്കി വരുന്നത്. അപ്പോൾ സ്കൂളുകൾ, അംഗനവാടികൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് നടപ്പിലാക്കുന്നത്? തീർച്ചയായും നമ്മുടെ പഞ്ചായത്തില് 11 LP സ്കൂൾ, 2 ഹൈസ്കൂൾ, +2, അതുപോലെ തന്നെ ഒരു UP സ്കൂൾ ആണ് ഉള്ളത്. നമ്മൾ എല്ലാ കുട്ടികൾക്കും SC കുട്ടികൾക്ക് പഠനോപകരണം കൊടുത്തു. ഇനി കൊടുക്കാനില്ല. ഈ വർഷം 1ാം ക്ലാസ്സിൽ കയറുന്ന കുട്ടികൾക്ക് മാത്രമേ പഠനോപകരണം കൊടുക്കാനുള്ളൂ. ടേബിളും ചെയറും അത് വളരെ സൗകര്യപ്രദമായിട്ടുള്ളതാണ് നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ മുഴുവൻ കുട്ടികൾക്കും പഠനോപകരണം കൊടുത്ത ഒരു പഞ്ചായത്താണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്മാർട്ട് ക്ലാസ് റൂം വളരെ ഭംഗിയായി അലങ്കരിച്ചും കൊണ്ടുള്ള കുട്ടികൾക്ക് നല്ല സംവിധാനം ഒരുക്കി കൊടുത്തുകൊണ്ടുള്ള സ്മാർട്ട് ക്ലാസ് റൂം, അതുപോലെ സ്മാർട്ട് ലാബ്, ഇതൊക്കെ നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹരിത വിദ്യാലയം, ഈ വിദ്യാലയങ്ങളിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ ഒരു UP സ്കൂളിൽ കഴിഞ്ഞ വർഷം 160 കിലോ ചേന മാത്രം വിളവെടുത്തു. ചേന മാത്രം. അപ്പൊ ധാരാളം പച്ചക്കറി കൃഷി അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ ഫലവൃക്ഷ തൈകൾ, ഫ്രൂട്ട്സ് ഗാർഡൻ ഒരുക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഫലവൃക്ഷ തൈകൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം, സ്പോർട്സ് പരിശീലനത്തിന് വരുന്ന കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. പ്രസിഡന്റിന്റെ സ്വന്തം ചെലവിൽ ഒരു 100 കുട്ടികൾക്ക് ജേഴ്സി, കാരണം ഒരേ യൂണിഫോമിൽ വരുമ്പോൾ അവർക്ക് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ആവേശം കൂടി ആവുമല്ലോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ജേഴ്സി കൊടുത്തു. അതുപോലെ സംസ്ഥാന, നാഷണൽ, ജില്ലാ ലെവലിലുള്ള കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്ക് അവർക്കും ട്രോഫി കൊടുത്ത് അവരെ ആദരിക്കുകയുണ്ടായി. അതും 100 കുട്ടികളുണ്ട്, നാഷണൽ ലെവൽ വരെ പോയിട്ടുള്ള കുട്ടികൾ. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലുള്ള സ്പോർട്സ് മേഖലകളിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്പോർട്സ് കുട്ടികൾ ഇവിടെ ഉണ്ട് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു സംവിധാനം എലപ്പുള്ളിയിലുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ സ്കൂളിലും മഴവെള്ളം റീചാർജ് ഉണ്ട്. സോപ്പ് കിറ്റുകൾ എല്ലാ സ്കൂളിലും ഉണ്ട്. നമ്മൾ ഇത്തവണ DPC അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഇന്ദിരാ വിദ്യാ ജ്യോതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോജക്റ്റ് DPC അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കാരണം പഠന പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് ഒരു പ്രത്യേക ട്യൂഷൻ സംവിധാനം, ലഘുഭക്ഷണങ്ങളും കൊടുത്ത് റിട്ടയർഡ് അധ്യാപകരെ വെച്ചോ, ഡിഗ്രിയോ PGയോ കഴിഞ്ഞ കുട്ടികളെ വെച്ചോ ഒക്കെ, സന്നദ്ധ പ്രവർത്തകരെ വെച്ചോ ഒക്കെ അവർക്കൊരു പഠനത്തിൽ മികവ് പുലർത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനത്തിന് നമ്മളിപ്പോ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ പവർ പോയിന്റ് പ്രസന്റേഷൻ എല്ലാ സ്കൂളുകളിലും അത്തരം ഒരു സംവിധാനം ഒരുക്കി കഴിഞ്ഞു. നമ്മൾ ഈ വർഷം 2 സ്കൂളുകൾക്ക് സ്മാർട്ട് ക്ലാസ് റൂം നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു LP സ്കൂൾ കോമ്പൗണ്ട് 1 ഏക്കറുള്ള ഒരു പോക്കാന്തോട് LP സ്കൂളിൽ 3 വർഷമായി നമ്മൾ അവിടെ ഫുഡ് ഫോറസ്റ്റ് ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. കാരണം അവർക്ക് വേണ്ട പച്ചക്കറികളും പഴങ്ങളും എല്ലാം അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം. അത് ജൈവ വൈവിധ്യ ബോർഡിന്റെ സഹായത്തോടു കൂടി പഞ്ചായത്തും തൊഴിലുറപ്പും സംയുക്തമായിക്കൊണ്ടാണ് നമ്മൾ അത്തരം പദ്ധതി അവിടെ ആവിഷ്കരിച്ച് നന്നാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് കാർഷിക മേഖലയ്ക്ക് അതിപ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണല്ലോ. പ്രത്യേകിച്ചും കൃഷിയുമായി ബന്ധപ്പെടുത്തി പാടം ഒന്ന് പാടത്തേക്ക്, ഇത്രമാത്രം പറഞ്ഞാൽ മതി. ഒട്ടേറെ ജനശ്രദ്ധ ആകർഷിച്ച ഒരു പരിപാടി കൂടിയാണ്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
അയ്യോ, വളരെ 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 നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കൃഷിമന്ത്രി തന്നെ ഇവിടെ വന്ന് ഒരുപാട് അഭിനന്ദനം അറിയിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് കൃഷി മേഖലയിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഇപ്പൊ മാഡം പറഞ്ഞ പാടം ഒന്ന് പാടത്തേക്ക് വളരെ സന്തോഷത്തോടു കൂടി ഒരു 50 സെന്റ് സ്ഥലം കുട്ടികൾക്ക് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് അവിടെ ഞാറ് പറിക്കൽ, ഞാറ് നടൽ, അവിടുത്തെ കൃഷി കാര്യങ്ങൾ നോക്കുന്നത് മുഴുവൻ കുട്ടികളെ മണ്ണിലേക്ക്, ചളിയിലേക്ക്, കൃഷിയിലേക്ക്, കളയും മുളയും തിരിച്ചറിയുന്ന തരത്തിലേക്ക് കുട്ടികളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അവരെ പാടത്തേക്ക് ഇറക്കുന്ന ഒരു സംവിധാനത്തിനാണ് നമ്മൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത്. ഈ പഞ്ചായത്തിൽ നെൽകൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. 1380 ഹെക്ടർ സ്ഥലമാണ് നമ്മൾ നെൽകൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെങ്ങ് കൃഷി 265 ഹെക്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പച്ചക്കറി കൃഷി 25 ഹെക്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുഷ്പ കൃഷി കഴിഞ്ഞ വർഷം 10 ഏക്കർ നടത്തിയത് ഇപ്പൊ ഈ ലാസ്റ്റ് ഇയർ 25 ഏക്കറാണ് നടത്തിയത്. ഓണത്തിന് നമ്മുടെ പഞ്ചായത്തിൽ നിന്നുള്ള പൂ മാത്രമാണ് ഉപയോഗിച്ചത് ഇവിടുത്തെ ജനങ്ങൾ. അപ്പൊ അത്രയും പൂകൃഷി 25 ഹെക്ടർ സ്ഥലത്ത് 10 ഹെക്ടർ സ്ഥലത്ത് പൂകൃഷി ചെയ്തിട്ടുണ്ട്. പച്ചക്കറി കൃഷിയാണ് 25 ഹെക്ടർ സ്ഥലത്ത്. സീഡ് അതോറിറ്റിക്ക് വിത്ത് കൊടുക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. പച്ചക്കറി വിത്തുകളും ചീര വിത്തുകളും ഒക്കെ കൊടുക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് നമ്മുടെ. വാഴ കൃഷി 5 ഹെക്ടർ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി, മഞ്ഞൾ, കുരുമുളക് പോലുള്ളത് 6 ഹെക്ടർ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. കിഴങ്ങ് വിളകള് കപ്പ, മധുരക്കിഴങ്ങ്, ചേമ്പ്, ചേന പോലുള്ളത് 1 ഹെക്ടർ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. പന്നി ശല്യം കൂടുതലായതുകൊണ്ട് കിഴങ്ങ് വിളകൾക്ക് കുറച്ച് പിന്നോക്കമാണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ ജൈവ കൃഷി 10 ഹെക്ടർ സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. ഇൻഡോ സർട്ടിഫിക്കറ്റ് ലഭിച്ച 2 പേര് നമ്മുടെ പഞ്ചായത്തിനകത്തുണ്ട്. അതായത് ജൈവ കൃഷിയിലെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള 2 പേര്. അങ്ങനെ മാതൃകാപരമായിട്ടുള്ള ഒരുപാട് കൃഷി അറിവുകൾ, അതുപോലെ കൃഷി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പഞ്ചായത്താണ്. ഇപ്പൊ മാതൃകാ പദ്ധതികളായിട്ട് നമ്മൾ ഈ വർഷം വെച്ചിട്ടുള്ളത് ആരോഗ്യം വിളമ്പുന്ന അടുക്കളകൾ എന്നുള്ള തലക്കെട്ടോട് കൂടിയിട്ടുള്ള ഒരു പദ്ധതി ഇപ്പൊ നടപ്പിലാക്കാൻ പോവുകയാണ്. അതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഈ ജൂൺ 5-ന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. കാരണം വിഷമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ട പച്ചക്കറികൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന അതിന് വേണ്ട ഒരുക്കങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ സ്കൂളുകളില് വിളമ്പാം വിദ്യക്കൊപ്പം അന്നവും എന്നുള്ള ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കി തുടങ്ങിയിരിക്കുകയാണ്. കുട്ടികളെയും പച്ചക്കറി കൃഷിയിലേക്ക് അവർക്ക് വേണ്ട പച്ചക്കറി അവര് തന്നെ ഉത്പാദിപ്പിച്ച് ഭക്ഷ്യയോഗ്യമാക്കുന്നതിന് വേണ്ട ആ ഒരു ഒരുക്കം കൂടി നടത്തിയിരിക്കുകയാണ്. കൂൺ ഗ്രാമം, മഷ്റൂം ഗ്രാമം ആക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു വാർഡിൽ 2 യൂണിറ്റ് കൂൺ കൃഷി കഴിഞ്ഞ തവണ തന്നെ നമ്മൾ വെച്ചു. അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ അത് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പൈതൃക നെൽവിത്തിനങ്ങളായിട്ടുള്ള മാപ്പിള സാമ്പ, ആത്തൂർ കിച്ചളി സാമ്പ, അതുപോലെ 60-ാം കുറുവ, കറുപ്പ് കാവണി, കാട്ടുപൊന്നി, തൂയമല്ലി, തെലുങ്കാന സോന, കാട്ടുയാന, കാലാബട്ടി, തിരുപ്പതി സാരം, ഡാൻ 65 ഇത്തരം 10-11ഓളം നെൽവിത്തിനങ്ങൾ, പൈതൃക നെൽവിത്തിനങ്ങൾ കൃഷി ചെയ്ത് വരുന്ന ഒരു പഞ്ചായത്താണത്. അപ്പൊ തന്നെ അറിയാം ഇത് കാർഷിക മേഖലയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ് എന്നുള്ളത്. നമ്മുടെ ഇവിടെ 17 പാടശേഖര സമിതികളുണ്ട്. ധാരാളം കാർഷിക മേഖലയ്ക്ക് അത്രയും പ്രസക്തമായിട്ടുള്ള ഒരു പഞ്ചായത്താണ്. കേര സമിതികൾ 22ഓളം ഉണ്ട്. കൃഷിക്കൂട്ടങ്ങൾ 43 ഉണ്ട്. പുഷ്പ കർഷക കൂട്ടായ്മ 1 ഉണ്ട്. പച്ചക്കറി ക്ലസ്റ്റർ 5 ഉണ്ട്. മൂല്യവർദ്ധിത ഉത്പന്നങ്ങൾ ഉണ്ടാക്കുന്ന 65 യൂണിറ്റ് ഉണ്ട്. ഗവൺമെന്റ് പറഞ്ഞത് ഒരു പഞ്ചായത്തിന് ഒരു ഉത്പന്നം, മൂല്യവർദ്ധിത ഉത്പന്നം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് 65 മൂല്യവർദ്ധിത ഉത്പന്നങ്ങളാണ്. അതുപോലെ കേരള അഗ്രോ ബ്രാൻഡ് ലഭിച്ചിട്ടുള്ളത് 10 എണ്ണത്തിനാണ്. അതായത് ഗവൺമെന്റ് അംഗീകാരം ലഭിച്ചിട്ടുള്ള ഓൺലൈനിൽ വരെ ലഭിക്കുന്ന 10 ഐറ്റംസ് ഉണ്ട്. മൂല്യവർദ്ധിത വിപണന കേന്ദ്രം 1 ഉണ്ട്. കാർഷിക ക്ലിനിക്ക് അത് 1 ഉണ്ട്. നമുക്ക് ലാബ് ഉണ്ട്. നമ്മൾക്ക് അസുഖമായാൽ എങ്ങനെയാണോ ഡോക്ടറെ അടുത്ത് പോകുന്നത്, ലാബിൽ പരിശോധന നടത്തുന്നത്, അതുപോലെ നമ്മുടെ പഞ്ചായത്തിലെ കർഷകർക്ക് പഞ്ചായത്തിന്റെ കൃഷിഭവനിലെ ക്ലിനിക്കിൽ കൊണ്ടുവന്നാൽ അവരുടെ മണ്ണിനോ പിന്നെ കൃഷി പച്ചക്കറിക്കോ നെല്ലിനോ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നാൽ മരുന്നും വാങ്ങിച്ചിട്ട് പോകാനുള്ള സംവിധാനം, പരിശോധിച്ച് മരുന്ന് വാങ്ങി പോകാനുള്ള ലാബ് സൗകര്യമുണ്ട്.
ഒഴിവുകൂലി നമ്മൾ 1 ഹെക്ടറിന് ഓൺ ഫണ്ട് വരെ വെച്ചിട്ട് കർഷകർക്ക് 10,000 രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം അവർക്ക് ഒരുപാട് കഷ്ടപ്പാടുകളാണ്. ഒന്നാമത് ആനശല്യമൊന്നും നമ്മുടെ പഞ്ചായത്തിൽ ഇല്ലെങ്കിലും മയിലും പന്നിയും ശല്യം ഭയങ്കരമാണ്. അതുകൊണ്ട് തന്നെ നമ്മള് അവർക്ക് കൃഷിക്കാർക്ക് പരമാവധി സഹായം ചെയ്യുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഓൺ ഫണ്ട് കൂടി എടുത്തിട്ടാണ് നമ്മൾ അത്തരം ഫണ്ടുകൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പരമാവധി കൃഷിക്കാരെ സഹായിക്കുക, അതാണ് നമ്മളിപ്പം അധികവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കാർഷിക സമ്പന്നമായിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതോടൊപ്പം 22 വാർഡുകൾ അടങ്ങുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അത്തരത്തിൽ ഈ എല്ലായിടത്തും കുടിവെള്ളം എത്തിക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പഞ്ചായത്തിന് ഒരു വെല്ലുവിളിയായി തുടരുന്നുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ് കുടിവെള്ള പദ്ധതികൾ, ശുദ്ധജല ലഭ്യതയെല്ലാം തന്നെ എത്തിക്കുന്നത്? പ്രത്യേകിച്ച് കൃഷിക്ക് ഒട്ടേറെ പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണല്ലോ. അതെ അതെ, കൃഷി എന്ന് പറയുമ്പോൾ ഒന്നാം വിള നമ്മൾ വാളയാർ ഡാം വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒന്നാം വിള കൃഷി മഴവെള്ളം ഉപയോഗിച്ചിട്ടും രണ്ടാം വിള വാളയാർ വെള്ളം ഉപയോഗിച്ചിട്ടുമാണ് ചെയ്യുന്നത്. കനാൽ വെള്ളത്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പക്ഷെ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ എടുത്താൽ നമ്മൾക്ക് വാട്ടർ അതോറിറ്റി കുന്നംകാട്ട് പതിയിലുള്ള വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് 60% വീടുകൾക്ക് മാത്രമാണ്. 9,000 ചില്ലറ വീടുകളാണ് പഞ്ചായത്തിലുള്ളത്. അതിൽ 60% പേർക്ക് ഹൗസ് കണക്ഷൻ ലഭിച്ചിട്ടുള്ളൂ. ഇനിയും 2,700ഓളം വീടുകൾ ഹൗസ് കണക്ഷൻ ലഭിക്കാനുണ്ട്. അതുപോലെ പഞ്ചായത്ത് നേരിട്ട് നടത്തുന്നത് 3 പദ്ധതികളുണ്ട്. നേരത്തെ 7 പദ്ധതി ഉണ്ടായിരുന്നു. അതൊക്കെ ഗുണഭോക്താക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇപ്പൊ 3 പദ്ധതിയാണ് നമ്മൾ നടത്തുന്നത്. അതുപോലെ മിനി കുടിവെള്ള പദ്ധതികൾ അത് 100ഓളം ഉണ്ട്. ഒരു വാർഡിൽ 3ഉം 4ഉം 5ഉം ഒക്കെ മിനി കുടിവെള്ള പദ്ധതികളുണ്ട്. അത് ആ പ്രാദേശികമായിട്ട് കമ്മിറ്റിക്കാരെ തെരഞ്ഞെടുത്തുകൊണ്ട് അവര് തന്നെ അത് മെയിന്റനൻസ് ആണെങ്കിലും കറണ്ട് ബില്ലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തും കൊണ്ട് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള 100ഓളം മിനി കുടിവെള്ള പദ്ധതികളുണ്ട്. അതുപോലെ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കിഴക്കൻ മേഖല എന്ന് പറയുന്നത് 7, 8, 9, 10, 11 വാർഡുകൾ വരൾച്ച ബാധിത പ്രദേശമാണ്. അവിടെ ഒരു മാർച്ച് ആകുമ്പോഴേക്കും തന്നെ ബോർവെല്ലുകളിലെ വെള്ളമെല്ലാം വറ്റിപ്പോകും. അപ്പൊ ആ പ്രദേശത്ത് കുടിവെള്ളം നമ്മൾക്ക് ടാങ്കർ ലോറിയിൽ എത്തിക്കേണ്ട അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ആ കിഴക്കൻ മേഖല വരൾച്ച ബാധിതമാണ്. കുടിവെള്ളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ചിറ്റൂർ ബ്ലോക്കും മലമ്പുഴ ബ്ലോക്കും ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഉള്ളതാണ്, റെഡ് സോണിൽ ഉള്ളതാണ്. ചിറ്റൂർ ബ്ലോക്കിൽ പെട്ട സ്ഥലമാണ് എലപ്പുള്ളി പഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് വാട്ടർ ലെവല് വളരെ താഴ്ന്ന ലെവലിൽ നിന്നും നമ്മുടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ഗ്രൗണ്ട് വാട്ടർ ലെവൽ അല്പം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ള നേട്ടം കൂടി ആണ് നമ്മൾക്ക് കേന്ദ്ര ജലശക്തി അവാർഡ് ലഭിക്കാൻ ഇടയായത്. എങ്കിൽ പോലും ഒരു കുറവായിട്ട് തന്നെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഓരോ വർഷവും നമ്മൾക്ക് ഒരു 10-14 ലക്ഷം രൂപയുടെ ടാങ്കർ ലോറിയിലുള്ള വെള്ളം സപ്ലൈ ചെയ്യേണ്ട അവസ്ഥയുണ്ട്. അവിടെയൊക്കെ ഇത്തവണ നമ്മൾ മിനി പ്രോജക്റ്റുകൾ വെച്ചിട്ടുണ്ട്. അത് നടപ്പിലായാൽ തീർച്ചയായും ഈ അവസ്ഥയിൽ നിന്നും മാറ്റം വരും. നമ്മുടെ പഞ്ചായത്തിൽ ബോർവെല്ലുകൾ ധാരാളമുണ്ട്. കാർഷിക ആവശ്യത്തിനും വീട്ടാവശ്യത്തിനുമായിട്ട് കുഴിച്ചിട്ടുള്ള 2,800ഓളം ബോർവെല്ലുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ചിലതൊക്കെ ഒരു 10% വെള്ളം ഇല്ലാതെ ഡെഡായി കിടക്കുന്നതാണ്. എങ്കിലും ബാക്കിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൃഷി ആവശ്യത്തിനായാലും. കിണറുകൾ 2,500ഓളം കിണറുകളുണ്ട്. പൊതു കിണറുകൾ 100ഓളം ഉണ്ട്. അതായത് ഇപ്പൊ ആവശ്യമില്ലെങ്കിലും പണ്ടൊക്കെ നമ്മളെ ആശ്രയിച്ചിരുന്നത് പഞ്ചായത്ത് കിണർ എന്ന് പറയുന്ന പൊതു കിണർ, സർക്കാർ കിണർ എന്നൊക്കെ പറയപ്പെടുന്ന പൊതു കിണറിനെ ആശ്രയിച്ചാണ് ഇരുന്നത്. അത് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. പൊതു കിണറുകൾ 100ഓളം ഉണ്ട്. പൊതുകുളങ്ങൾ 16 ഉണ്ട്. സ്വകാര്യ കുളങ്ങളാണെങ്കിലോ 435ഓളം സ്വകാര്യ കുളങ്ങളുണ്ട്. ഈ പാടശേഖരങ്ങളുടെ നടുക്ക് കൃഷിക്കാരുടെ ആവശ്യങ്ങൾക്കായിട്ട് കുഴിച്ചിട്ടുള്ള സ്വകാര്യ കുളങ്ങൾ. അതുപോലെ തന്നെ കരിങ്കൽ ക്വാറികൾ, അതിലുള്ള കുളങ്ങൾ, വെള്ളക്കെട്ട് ഉള്ള പ്രദേശങ്ങൾ, പാറമടകൾ എന്ന് പറയും, പാലക്കാട് അങ്ങനെയാണ് പറയുക. 40ഓളം കരിങ്കൽ ക്വാറികളുണ്ട്. അങ്ങനെ അതായത് അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ പ്രദേശം ഒരു ഡ്രൈ ഏരിയയിൽ കിടന്നത് കൊണ്ട് വെള്ളത്തിന്റെ ഒരു അളവ്, ഗ്രൗണ്ട് വാട്ടർ ലെവൽ താഴ്ന്നത് കൊണ്ടും ഇതൊക്കെ ഒന്ന് സമ്പുഷ്ടമാക്കി എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കുളങ്ങളൊക്കെ നവീകരിച്ച് സംഭരണ ശേഷി വർദ്ധിപ്പിച്ചാൽ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. മീൻ വളർത്തുന്ന കാര്യത്തിലായാലും കൃഷി ആവശ്യത്തിനായാലും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം കൂടി. കാരണം അതിനുള്ള ഫണ്ടില്ല.
കൃഷിക്കാർക്ക് ചെലവാക്കാൻ കയ്യിൽ കാശില്ല, സ്വകാര്യ കുളങ്ങൾ നന്നാക്കി കൊടുക്കാൻ ഫണ്ട് വെക്കാൻ നമുക്കും കഴിയില്ല. ആ ഒരു വിഷമത്തിലാണ് നമ്മൾ. കാരണം നമ്മൾക്ക് ഒരു DPR തയ്യാറാക്കി നബാർഡിന്റെ ഒക്കെ സഹായം ആവശ്യപ്പെടുന്നതിനുള്ള പ്രാരംഭ നടപടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സ്വകാര്യ വ്യക്തികളുടെ കുളങ്ങൾ കൂടി നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. തീർച്ചയായും സമഗ്ര മേഖലയിലുള്ള വികസനമാണ് പഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്. ആരോഗ്യ രംഗത്തെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? തീർച്ചയായും നമ്മുടെ പഞ്ചായത്തിൽ ഒരു താലൂക്ക് ആശുപത്രിയേ ഉള്ളത്. അത് ആരോഗ്യ വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് 17.5 കോടി രൂപ ചെലവാക്കിയിട്ട് അവിടെ ഇപ്പൊ പുതിയ കെട്ടിടം 5 നിലകളിലായിട്ട് കെട്ടിടം പണിയാനായിട്ട് അതിന്റെ എല്ലാ DPRും തയ്യാറായി കഴിഞ്ഞു, എഗ്രിമെന്റ് വെച്ചു കഴിഞ്ഞു. ഉടനെ തന്നെ തറക്കല്ലിടൽ കർമ്മം നടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഒരു സ്വന്തമായി ആയുർവേദ ആശുപത്രി ഉണ്ട്, ഹോമിയോ ആശുപത്രി സ്വന്തം കെട്ടിടത്തിൽ നല്ല സൗകര്യങ്ങളോടുകൂടിയ ഹോമിയോ ആശുപത്രി ഉണ്ട്. ഒരു SC വിഭാഗങ്ങൾക്ക് വേണ്ടി ഒരു ഹോമിയോ ക്ലിനിക് ഉണ്ട്. എല്ലാ മാസവും അലോപ്പതി, ആയുർവേദം, ഹോമിയോ ക്ലിനിക്ക് ഈ സംവിധാനത്തിൽ നമ്മൾ ക്യാമ്പുകൾ നടത്താറുണ്ട്. അതുപോലെ പാലിയേറ്റീവിനും ഈ 3 വിഭാഗത്തിലെ ഡോക്ടർമാരും നേരിട്ട് വീടുകളിലേക്ക് പോയി പാലിയേറ്റീവ് പേഷ്യൻസിനെ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ ഭൗതിക സാഹചര്യം എല്ലാവരുടെയും മെച്ചപ്പെട്ട സൗകര്യമാണ് ഉള്ളത്. അതായത് സോപ്പ് പിറ്റായാലും കമ്പോസ്റ്റ് പിറ്റായാലും ഫർണിച്ചർ ആയാലും മരുന്നായാലും എല്ലാം വളരെ നന്നായി പോകുന്നുണ്ട്. പാലിയേറ്റീവ് രോഗികൾ 465ഓളമാണ്. അപ്പൊ അവരെ കാണാൻ പോകുന്നതിനായിട്ട് സ്വന്തമായിട്ട് വാഹനം നമുക്കുണ്ട്. മാരക രോഗികൾക്ക് മരുന്ന് വാങ്ങുന്ന ഒരു സംവിധാനത്തിന് നമ്മൾ കഴിഞ്ഞ 3 വർഷമായി ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അതായത് കിഡ്നി ക്യാൻസർ, പിന്നെ അതുപോലെ തന്നെ തളർവാദം, ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെയായിട്ടുള്ള രോഗികൾക്ക് മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി മറ്റാരും ഏത് പഞ്ചായത്തും ഇത്തരം ഒരു പദ്ധതി വെച്ചതായിട്ട് അറിവില്ല എന്നുള്ളതാണ് ആരോഗ്യ വിഭാഗം സ്റ്റാഫുകൾ പറയുന്നത്. പഞ്ചായത്ത് കഴിഞ്ഞ 3 വർഷമായി ഈ പദ്ധതി നടപ്പിലാക്കി കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ 8 സബ് സെന്റർ ആണുള്ളത്. എല്ലാത്തിനും സ്വന്തം കെട്ടിടമുണ്ട്. 6 സ്വന്തം കെട്ടിടമുണ്ട്. ഇപ്പോ 55 ലക്ഷം ചെലവാക്കി ഹെൽത്ത് ഗ്രാന്റ് ഉപയോഗിച്ചിട്ട് ഒരു പുതിയ കെട്ടിടം കൂടി പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ ഒരു പ്രോജക്റ്റ് കൂടി നമ്മൾ ഇത്തവണ DPC അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. എന്റെ ആരോഗ്യം എന്റെ പഞ്ചായത്ത്. എന്റെ ആരോഗ്യം എന്റെ പഞ്ചായത്ത് എന്ന് പറയുന്നത് നമ്മൾ അസുഖം വന്നാൽ പോയി അലോപ്പതിയിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച് കഴിക്കൽ മാത്രമല്ല എന്റെ ആരോഗ്യത്തിന്റെ ആധാരം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നല്ല രീതിയിലുള്ള വിഷമില്ലാത്ത ഭക്ഷണമായിരിക്കണം. നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, അതിനെയൊക്കെ ആശ്രയിച്ചും കൊണ്ടുള്ള ഒരു സമഗ്ര പദ്ധതിയാണ് ഞങ്ങൾ ഇത്തവണ വെച്ചിട്ടുള്ളത്. അതിനും ഫണ്ടും വകയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ ആരോഗ്യ മേഖലയിൽ വളരെ നല്ല സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ 4 ദിവസം മുൻപ് കൂടി നമ്മള് ഈ പൊതു രംഗത്ത് നിൽക്കുന്ന, അതായത് കടക്കാര്, ഓട്ടോ ഡ്രൈവർമാര്, ടാക്സി ഡ്രൈവർമാര്, അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹെൽത്ത് ക്യാമ്പുകൾ നടത്തുകയുണ്ടായി. അത് വളരെ വിജയപ്രദമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഓരോ സെന്ററുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്. കാരണം അസുഖം വന്നാൽ ജനങ്ങൾ പെട്ടെന്ന് ആശുപത്രിയിൽ പോവില്ല. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചെന്ന് അസുഖമുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു സംവിധാനത്തിന് നേതൃത്വം കൊടുത്തപ്പം അത് വളരെയേറെ വിജയകരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ നമ്മൾ ക്യാൻസർ ക്യാമ്പുകളൊക്കെ നടത്തിയപ്പോഴും 500 ആളെ ടെസ്റ്റ് ചെയ്തപ്പോ 5 ക്യാൻസർ പേഷ്യന്റിനെ കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി കണ്ടെത്തി നമുക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആരോഗ്യ മേഖലയിൽ നമ്മളിപ്പോ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് വയോജനങ്ങൾക്കായിട്ടുള്ള പദ്ധതികളും ഒപ്പം തന്നെ ഭിന്നശേഷി കുട്ടികൾക്കായിട്ടുള്ള പ്രവർത്തനങ്ങളും. അതെ 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 അതായത് വയോജനങ്ങൾക്ക് നമ്മൾ സാധാരണ കട്ടിൽ, ബെഡ് സംസ്ഥാനത്ത് ഏത് പഞ്ചായത്തും വെക്കാത്ത ഒരു പ്രോജക്റ്റ് ആണ്. പാലക്കാട് ജില്ലയിലാണെങ്കിൽ നമ്മൾ മാത്രമേ വെച്ചിട്ടുള്ളൂ ഈ വയോജനങ്ങൾക്കുള്ള ബെഡ്. ആ സംവിധാനം അത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രത്യേക അനുമതിയോട് കൂടിയിട്ടാണ് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞത്, വയോജനങ്ങൾക്കുള്ള ബെഡ് സംവിധാനം. അപ്പോ അതുപോലെ തന്നെ നമ്മളിപ്പോ SC ജനറൽ വിഭാഗത്തിന് പ്രത്യേകം കട്ടിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വയോജനങ്ങൾക്ക് വേണ്ട മറ്റെല്ലാം, അതായത് ഇപ്പൊ നോക്കൂ, SC വിഭാഗത്തിന്റെ എടുത്താൽ തന്നെ നമ്മുടെ അവിടെ അപേക്ഷിച്ച 650ഓളം പേർക്ക് നമ്മൾക്ക് ടാങ്ക് കൊടുക്കാൻ കഴിഞ്ഞു. ഈ കുടിവെള്ളം സംഭരിച്ചു വെക്കാനുള്ള ടാങ്ക്. അതുപോലെ തന്നെ നമ്മളിപ്പോ വയോജനങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുത്തും കൊണ്ടാണ് മേൽപ്പുര, കട്ടിൽ, ബെഡ് ഇതൊക്കെ ജില്ലയിൽ ആദ്യമായിട്ട് കൊടുത്തതാണ്. മുഴുവൻ പേർക്കും വാട്ടർ ടാങ്ക് കൊടുക്കാനും കഴിഞ്ഞു. അതുപോലെ തന്നെ നിരന്തരം വെറ്റിനറി മേഖലയാണെങ്കിൽ പോലും ജനറൽ പശു 95 ആൾക്ക് കൊടുത്തു.
അതുപോലെ SC പശു 26 ആൾക്ക് കൊടുത്തു. കന്നുകുട്ടി പരിപാലന പദ്ധതികൾ പഞ്ചായത്തും ഡിപ്പാർട്ട്മെന്റും നടത്തുന്നുണ്ട്. ആട് SC വിഭാഗത്തിന് 60 പേർക്ക് അവർക്കൊരു തൊഴിലും പിന്നെ ഒരു നിധിയും ആയിക്കോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ആട് വളർത്തൽ സ്കീമൊക്കെ. ജനറൽ കോഴി 5600 പേർക്ക് കൊടുത്തു. SC കോഴി കോഴി വളർത്തൽ 600 പേർക്ക് കൊടുത്തു. അതുപോലെ തെരുവ് നായ്ക്കളുടെ ABC പ്രോഗ്രാം എല്ലാ വർഷവും 3.5 ലക്ഷം രൂപ നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. കന്നുകാലി സെൻസസിൽ അതാണ് ഒരു ബ്യൂട്ടി. കന്നുകാലി സെൻസസിൽ എല്ലാ പഞ്ചായത്തിലും കന്നുകാലികളുടെ എണ്ണം കുറവ് വന്നപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ കൂടുതലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്തിൽ ക്ഷീരസംഘങ്ങൾ 10 എണ്ണമാണ് ഉള്ളത്. പശുക്കളുടെ എണ്ണം 3163 എണ്ണമാണ് ഉള്ളത്. അതുപോലെ തന്നെ എരുമ വളർത്തുന്ന ഫാമിലികൾ ഇവിടെ ധാരാളം ഉണ്ട്. 140 എരുമകളാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ആട് 3102 ആണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കോഴി 10834 കോഴികളെയാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. നായ 1651. ഇങ്ങനെ കന്നുകാലികളുടെ സെൻസസിലും ഒക്കെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് നമ്മുടെ പഞ്ചായത്തിൽ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും. അതോടൊപ്പം തന്നെ ഏറെ ചർച്ചയായ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യം എന്താണ്? ഒപ്പം തന്നെ ഭാവിയിലേക്ക് എന്തൊക്കെ പദ്ധതികളാണ് പഞ്ചായത്ത് കരുതിയിരിക്കുന്നത്? നമുക്ക് ഒരുപാട് പദ്ധതികളുണ്ട്. തൊഴിലുറപ്പ് മേഖലയിലാണെങ്കിലും നമ്മളാണ് ബ്ലോക്കിലും ജില്ലയിലും ഒക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. കോടിക്കണക്കിന് രൂപ 5,76,00,000 കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെലവഴിച്ചത്. നേരത്തെയൊക്കെ 8.5 കോടി വരെ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. റോഡുകളുടെ കാര്യത്തിലാണെങ്കിലും പുതിയ റോഡ് നവീകരണങ്ങൾ 157 റോഡുകൾ, അതുപോലെ 107 റോഡുകൾ പുതിയതും 157 മെയിൻ്റനൻസും ചെയ്തിരുന്നു. അതുപോലെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും നമ്മൾ വളരെയേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാവി പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കുറവായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഇവിടെ സ്പോർട്സ് മേഖലയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ്. നമ്മൾ കേരളോത്സവമൊക്കെ നടത്തുമ്പോൾ ബ്ലോക്കിൽ പോയാൽ നമ്മുടെ പഞ്ചായത്താണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് ഫസ്റ്റിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കുട്ടികൾക്ക് ഒരു സ്പോർട്സ് ഗ്രൗണ്ട്, കളിസ്ഥലം ഇല്ല എന്നുള്ള ഒരു വിഷമം നമ്മൾക്കുണ്ട്. ഇപ്പൊ ഹൈസ്കൂൾ ഗ്രൗണ്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ നമ്മൾ സ്വകാര്യ സ്കൂളുകളുടെ ഗ്രൗണ്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു കളിസ്ഥലം ഇല്ല എന്നുള്ളൊരു വിഷമമുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ജൈവ മാലിന്യ പ്ലാന്റ്, അത് നമ്മൾക്ക് അതിന്റെ 1ാം ഘട്ടം തുടങ്ങാൻ കഴിഞ്ഞു. വാതക ശ്മശാനവും ജൈവ മാലിന്യ പ്ലാന്റും. പക്ഷേ സമീപവാസികൾക്ക് എന്തോ ഒരു ആശങ്ക. അത് കാരണം ഇവിടെ വാതക ശ്മശാനം മതി, പ്ലാന്റ് വേണ്ട. അതായത് ജൈവ മാലിന്യ പ്ലാന്റ് ഇന്ന് ശേഖരിച്ച ജൈവ മാലിന്യം 45-ാം ദിവസം വളമാക്കി കർഷകർക്ക് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ തുടക്കം കുറിച്ചത്. പക്ഷെ അവര് ഇവിടെ പ്ലാന്റ് വേണ്ട എന്ന് നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അത് എന്തായാലും ഒഴിവാക്കാം. ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു കാര്യവും വേണ്ട എന്ന് നമ്മളും തീരുമാനിച്ചു. തരിശു നിലം ഇല്ലാത്ത പഞ്ചായത്താക്കി മാറ്റണം എന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം കഴിഞ്ഞ വർഷം 68 ഏക്കർ തരിശു നിലം കൃഷിയോഗ്യമാക്കിയ ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ തരിശു നിലം ഇല്ലാത്ത പഞ്ചായത്താക്കുക എന്നുള്ളത് പഞ്ചായത്തിന്റെ ഒരു വല്ലാത്തൊരു ആഗ്രഹമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ മീറ്റിങ്ങുകളിലും പറയുന്നത് എല്ലാ കാര്യത്തിലും സ്വയം പര്യാപ്തതയിലെത്തണം. അരി, പച്ചക്കറി, മുട്ട, മാംസം, പാല്, പഴം, പൂവ് എല്ലാത്തിലും സ്വയം പര്യാപ്തതയിലെത്താൻ കഴിയുന്ന ഒരു പഞ്ചായത്താക്കി മാറ്റണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. പിന്നെ മാഡം സൂചിപ്പിച്ചതുപോലെ മണ്ണക്കാട് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഈ ജനുവരി 16 മുതൽ ഞങ്ങൾ നിരന്തരമായിട്ടുള്ള സമരങ്ങളും അതുപോലെ തന്നെ ബോർഡിലാണെങ്കിലും പല തീരുമാനങ്ങൾ എടുത്ത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഒയാസിസ് എന്ന കമ്പനിക്ക് പ്രാരംഭ അനുമതി കൊടുത്തത് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ബോർഡ് തീരുമാനമെടുത്ത് മുഖ്യമന്ത്രി മുതൽ താഴോട്ടുള്ള 5 മന്ത്രിമാർക്ക് കൊടുത്തു. റവന്യൂ, കൃഷി, ജലം അതുപോലുള്ള മന്ത്രിമാർക്ക് 5 പേർക്ക് കൊടുത്തു. എക്സൈസ് ഒക്കെ മന്ത്രിമാർക്ക് കൊടുത്തു. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് നല്ല സമീപനം ഉണ്ടായിട്ടില്ല. അതുപോലെ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു, അത് കൊടുത്തു. പഞ്ചായത്ത് എതിരായി നിന്നതിന്റെ ഭാഗമായിട്ട് അവിശ്വാസം പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിന്റെയും നേർക്ക് കൊണ്ടുവന്നു. അത് പരാജയപ്പെട്ടു. ഞങ്ങൾ എന്തായാലും ജനങ്ങളുടെ ഒപ്പമാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചല്ലോ, കാർഷിക മേഖലയിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഒരു പഞ്ചായത്തിൽ
അതിപ്പോ ഹൈക്കോടതിയിലാണ് കേസ് കിടക്കുന്നത്. നമ്മുടെ ടൗൺ പ്ലാനർ ലേ ഔട്ടിനും കെട്ടിടം കെട്ടുന്നതിനും അനുമതി പഞ്ചായത്ത് തീരുമാനിച്ച് കണ്ടെത്തി കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോ കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് പ്രത്യേക ഹർജി കൊടുത്ത് കക്ഷി ചേർന്നുകൊണ്ട് ആ ടൗൺ പ്ലാനർ കൊടുത്ത അനുമതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു വിധി വരുന്നത് വരെ ഒരു അനുമതി കൊടുക്കരുത് എന്നുള്ളതാണ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഭാഗത്താണ്. അവർക്ക് കുടിവെള്ളവും കൃഷിയും അതുപോലെ പൊല്യൂഷനും ഉണ്ടാക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള അന്തരീക്ഷത്തിന്റെ ഒപ്പം നിൽക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് രേവതി ബാബു നമ്മളോട് പങ്കുവച്ചത്. എല്ലാവിധ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീമതി രേവതി ബാബു. താങ്ക് യു. എന്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.